ഇന്ത്യക്കെതിരെ അടുത്ത കാലത്തെങ്ങും ഒരു ആണവായുധം പ്രയോഗിക്കാനുള്ള ധൈര്യമോ ശേഷിയോ കരുത്തോ കഴിവോ ഒന്നും പാകിസ്ഥാനില്ലെന്ന് വളരെ വ്യക്തമാണ്. പാകിസ്ഥാൻ അത് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ യാത്രക്കാരെ കയറ്റാതെ സ്ഥിരം ഒഴിഞ്ഞ ട്രെയിൻ മാത്രം സർവീസ് നടത്തുന്ന രാജ്യമാണത്. അത്തരം ബുദ്ധിമാന്മാരുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. എന്തും എടുത്തങ്ങ് പരീക്ഷിച്ചു കളയും. അതുപോലൊരു ഉണ്ടയില്ല വെടിയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തൊടുത്തുവിട്ടതും ഇന്ത്യ അതിനെ നിഷ്പ്രഭമാക്കിയതും. ഇപ്പോഴാണ് അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണെന്നല്ലേ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏകപക്ഷീയമായ വെടിവയ്പും ഷെല്ലാക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആണവശേഷിയുള്ള ഷഹീൻ മിസൈൽ ഉപയോഗിച്ചതായാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ഞായറാഴ്ച സ്ഥിരീകരിച്ചത്. അതെന്താണെന്നല്ലേ, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ ഇങ്ങോട്ട് വെടിവയ്പും ഷെല്ലാക്രമണവും നടത്തിയതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആണവശേഷിയുള്ള തങ്ങളുടെ ഷഹീൻ മിസൈൽ പ്രയോഗിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ആർമി വ്യക്തമാക്കി രംഗത്ത് വന്നത്. അതിർത്തിയിൽ വെച്ച് തന്നെ ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം മിസൈലുകൾ അതിനെ കണ്ടെത്തി തടഞ്ഞ് തകർക്കുകയും ചെയ്തു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചു. അതുകൊണ്ടാണ് ആണവ വാർഹെഡ് വഹിക്കാൻ കഴിവുള്ള ഷഹീൻ മിസൈലാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഒന്ന് തൊടുത്തുവിട്ട് പരീക്ഷിച്ച് നോക്കിയതെന്ന് വ്യക്തമായത്. പക്ഷേ S-400 മിസൈലുകൾ ഇതിനെ തകർത്തെറിഞ്ഞതിൽ പാകിസ്ഥാൻ്റെ ഒരു കാര്യം മനസ്സിലായി. ആണവ വാർഹെഡുമായി ഇനി എങ്ങാനും ഒരു മിസൈൽ ഇന്ത്യയിലേക്ക് വിട്ടാൽ തങ്ങളുടെ അതിർത്തി കടക്കും മുമ്പ് തന്നെ പാകിസ്ഥാനുള്ളിൽ വെച്ച് തന്നെ ഇന്ത്യൻ മിസൈലുകൾ അതിനെ തകർത്തെറിയുമെന്ന്. കാരണം ഇന്ത്യ ഇനി കൂടുതൽ ജാഗരൂകരായിരിക്കും. കാരണം ഇതുപോലെ വാർഹെഡുമായി പാകിസ്ഥാൻ ഒരു മിസൈൽ വന്നാൽ ഇന്ത്യൻ അതിർത്തി കടക്കാൻ ആ മിസൈലിനെ അനുവദിക്കില്ല എന്ന് ഇന്ത്യൻ സൈന്യം ശപഥമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ വെസ്റ്റേൺ കമാൻഡാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയുമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പങ്കിട്ടത്. അതിലാണ് പാകിസ്ഥാൻ ഷഹീൻ മിസൈൽ പരീക്ഷിച്ച് എളിഭ്യരായതിൻ്റെ ഏറ്റവും പുതിയ തെളിവുകളുള്ളത്. ശത്രു ലക്ഷ്യത്തെ തങ്ങൾ എങ്ങനെ നിർവീര്യമാക്കിയെന്ന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ കാണിക്കുന്നുണ്ട്. പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളും ക്രോസ് ഫയറിങ്ങിൽ ഇന്ത്യ അവരുടെ മിസൈൽ സംവിധാനങ്ങൾ എത്രയൊക്കെ തകർത്തെറിഞ്ഞെന്നും ആ വീഡിയോയിലുണ്ട്. അതിനിടയിലാണ് പാകിസ്ഥാൻ്റെ ഷഹീൻ മിസൈൽ കരയിൽ നിന്നും തൊടുത്തുവിട്ടത് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നതും അത് നശിപ്പിച്ചതുമൊക്കെ ഇന്ത്യൻ സൈന്യം തിരിച്ചറിഞ്ഞത്. കരയിൽ നിന്നും തൊടുത്തുവിടാവുന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഷഹീൻ. 2015 മാർച്ചിലാണ് പാകിസ്ഥാൻ അത് പരീക്ഷിച്ച് സ്വന്തമാക്കിയത്. അതിനുശേഷം ആണവ വാർഹെഡ് ഇപ്പോൾ ഘടിപ്പിക്കും, നാളെ ഘടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും ഒരിക്കൽ ഷഹീൻ ഇന്ത്യൻ അതിർത്തികൾ ഭേദിച്ച് കടന്നു വരാൻ, തള്ളിക്കയറാൻ ശ്രമിക്കുമെന്ന്. എന്തായാലും ആണവ പേലോഡുകൾ വഹിക്കാൻ ഷഹീന് കഴിവുണ്ട്. എങ്കിലും ഇത്തവണ അത് ആണവേതര സ്ഫോടകശേഷിയുള്ള മറ്റൊരു വാർഹെഡും ഉപയോഗിച്ചാണ് ഇന്ത്യയിലേക്ക് വന്നത്. പക്ഷേ ലക്ഷ്യം ചീറ്റിപ്പോയി. റഷ്യൻ നിർമ്മിത S-400 ആകട്ടെ ലോകത്തെ സൈനിക ശക്തികൾ തന്നെ ഭയക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. കരയിലാണ് വിന്യസിച്ചിരിക്കുന്നത്. പക്ഷേ അതിലെ മിസൈൽ ലോഞ്ചറുകൾ, ശക്തമായ റഡാർ, കമാൻഡ് സെൻറ്റർ ഇവയെല്ലാം കൂടെ ഒരുമിച്ചാൽ അതിർത്തി കടന്നെത്തുന്ന ഏത് മിസൈലായാലും ഏത് ഡ്രോണായാലും നിഷ്പ്രയാസം അതിനെ തകർത്തെറിയുമെന്ന് പലതവണ വ്യക്തമായതാണ്. ഇന്ത്യ ഇതാദ്യമായാണ് S-400 മിസൈൽ സംവിധാനങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നത്. ബ്രഹ്മോസ് ഇന്ത്യ ആദ്യമായി പ്രയോഗിച്ചതുപോലെ റഷ്യ ഇന്ത്യക്ക് നൽകിയ S-400 മിസൈൽ പ്രയോഗ സംവിധാനങ്ങളും ഇന്ത്യ ഇതാദ്യമായിട്ടാണ് പരീക്ഷിച്ച് നോക്കിയത്. ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ വരെ തടഞ്ഞു തകർക്കാൻ ഈ S-400-നകത്തുള്ള മിസൈലുകൾക്ക് സാധിക്കും. ദീർഘദൂര ശേഷിയുള്ളതിനാൽ ഈ മിസൈലുകളെ നാറ്റോ സഖ്യത്തിന് വളരെ ഭയമാണ്. ഇതിനൊപ്പം പാകിസ്ഥാനിൽ നശിപ്പിക്കപ്പെട്ട വ്യോമത്താവളങ്ങളുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ. ഇന്ത്യ എന്തൊക്കെ ചെയ്യുന്നുവോ അതുപോലെയൊക്കെ ചെയ്ത് തങ്ങളുടെ മാനം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മിസൈലുകൾ ഇന്ത്യയിലേക്ക് അയക്കുന്നതും. അതുമാത്രമല്ല, ഒരു ഉണ്ടയില്ല വെടി വീണ്ടും വരുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിൻ്റെ മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് എന്തൊക്കെ ചെയ്തോ ഇതൊക്കെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ചെന്ന് വിളമ്പാൻ ഇന്ത്യക്ക് പിന്നാലെ വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫ് അത്രേ. അത് ഷാബാസ് അല്ല വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ്? വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. ഓപ്പറേഷൻ സിന്ധുവിനെക്കുറിച്ചും അതിന് പിന്നിലെ ഭീകരവിരുദ്ധ ലക്ഷ്യങ്ങളെക്കുറിച്ചും ലോകരാജ്യങ്ങളെ നേരിട്ട് കണ്ടറിയിക്കാൻ ഇന്ത്യ ഒരു മൾട്ടി പ്രതിനിധി സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അവർ ഇന്ത്യയിൽ നിന്നും തിരിക്കുന്നതിന് മുമ്പാണ് പാകിസ്ഥാൻ്റെ തീരുമാനം. എന്താണ് ബിലാവൽ ഭൂട്ടോ പറയുന്നത്?
പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ നേരിട്ട് വിളിച്ചിരുന്നു. സമാധാനത്തിന് വേണ്ടി അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ്റെ നിലപാടറിയിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ അയക്കണം, അതിന് നേതൃത്വം നയിക്കണം എന്നാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് വിദേശകാര്യമന്ത്രിയായ ബിലാവൽ ഭൂട്ടോ എന്ന ആ കൈക്കുഞ്ഞിനോട് ആവശ്യപ്പെട്ടെന്നാണ് പറയുന്നത്. ബിലാവലിനെ അറിയില്ലേ? ബെനസീർ ഭൂട്ടോയുടെ മകനാണ്. അമ്മയുടെ പേര് കളയാനിറങ്ങിയ കൈക്കുഞ്ഞ് എന്നാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങൾ വരെ കളിയാക്കുന്നത്. ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തും, രക്തമൊഴുക്കും, വേണ്ടി വന്നാൽ ആണവായുധം വരെ പ്രയോഗിക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അതിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ശേഷം ഇന്ന് വരെ നാവെടുത്ത് പൊക്കിയിട്ടില്ല. ഇപ്പോഴാണ് ബിലാൽ ഭൂട്ടോ പിന്നീട് സംസാരിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ സർക്കാർ ചെലവിൽ വിദേശത്തേക്ക് പോകാൻ പാകിസ്ഥാനിൻ്റെ പ്രതിനിധി സംഘത്തിന് ഒരവസരം. ബിലാവൽ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അങ്ങനെയെങ്കിൽ സസുഖം വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു യാത്ര പോയി വരാം. അതുതന്നെയാണ് ബിലാവലിൻ്റെ മനസ്സിലും. പക്ഷേ വിദേശ രാഷ്ട്രങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ തലവന്മാരുടെ മുന്നിൽ എന്ത് പറയുമെന്ന് മാത്രം ഷഹബാസ് ഷെരീഫ് ബിലാവലിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഷഹബാസ് ഷെരീഫിനും അറിയില്ല എന്ത് പറയണമെന്ന്. കാരണം ഇന്ത്യക്കെതിരെ ആയുധങ്ങൾ പോയിട്ട് ഒരു ന്യായീകരണം പോലും പാകിസ്ഥാൻ്റെ പക്കലില്ല എന്നതാണ് വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ ചെയ്യുന്നത് പോലെ പാകിസ്ഥാനെ നയിക്കുന്നുണ്ട് പ്രതിനിധി സംഘത്തെ. ഇരു സംഘങ്ങളും ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് കൂട്ടിമുട്ടാതിരുന്നാൽ അവരുടെ ഭാഗ്യം. കാരണം ഓരോ എം പിമാരുടെ കീഴിലാണ് ഇന്ത്യയുടെ പ്രത്യേക സംഘങ്ങൾ പ്രത്യേക രാജ്യങ്ങളിൽ പോകുന്നത്. ബിലാൽ ഭൂട്ടോയ്ക്ക് ഒരു ഇന്ത്യൻ എം പി പോലും അധികമാണ്. എന്തായാലും ഇന്ത്യയുടെ നയതന്ത്ര നിലപാടുകൾ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ വ്യക്തമായി തന്നെ ഒന്നുകൂടി വിശദീകരിക്കുമെന്ന് ഉറപ്പാണ്. പാകിസ്ഥാൻ ഇനി അവിടെ ചെന്ന് എന്ത് പറയുമെന്ന് കാത്തിരുന്ന് കാണാം. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.